മഹാറാണി വിദ്യോത്തമയും രാജാവിനൊപ്പമുണ്ടായിരുന്നു. പക്ഷേ മല്ലിക എവിടെ? രഥം മുന്നോട്ടു നീങ്ങുമ്പോഴും കാളിദാസന്റെ കണ്ണുകൾ മല്ലികയെ അന്വേഷിച്ചു. പെട്ടെന്ന് എല്ലാവരുടെയും പിന്നിൽ നിന്ന് താളിയോലകളുടെ ഒരു വലിയ കെട്ടുമായി മല്ലിക മുന്നോട്ടു വന്നു. ആരുടെയോ നിർദ്ദേശപ്രകാരം രഥം നിന്നു. താളിയോലകൾ ഏൽപ്പിച്ചുകൊണ്ട് മല്ലിക പറഞ്ഞു, ആരും ഇന്നോളം എഴുതാത്ത വിധം മനോഹരമായ ഒരു കാവ്യം രചിക്കണം. അങ്ങയുടെ ഈ പ്രവാസം ഉജ്ജയിനിക്ക് മാത്രമല്ല, സഹൃദയരായ ഏവർക്കും ആസ്വാദകരമായ രചനകൾക്ക് അവസരമൊരുക്കണം. രചിച്ചു തീരുന്നവ അല്ലെങ്കിൽ രചിച്ചു തീരുവോളം അവിടെ നിന്നും വരുന്ന സ്വാർത്ഥവാഹക സംഘത്തിൽ ആരെയെങ്കിലും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ഏതെങ്കിലും രാജപ്രതിനിധിയെ ഏൽപ്പിച്ചു വിടണം. മല്ലികയുടെ മുഖഭാവം കാളിദാസന്റെ മനസ്സിൽ നൊമ്പരമുയർത്തി. തൻ്റെ വിയോഗം സഹിക്കാനുള്ള ഒരു കടുത്ത ശ്രമം പ്രകടമാണ്. രാജരഥം മുന്നോട്ട് നീങ്ങി. കാളിദാസൻ ഒരിക്കൽ കൂടി മല്ലികയെ തിരിഞ്ഞു നോക്കി. പൂങ്കാവനത്തിലെ വർണ്ണവൈവിധ്യമാർന്ന പൂവുകൾക്കിടയിൽ മൃണാള പുഷ്പം പോലെ അവൾ നിന്നു. നിശ്ചലനോട് കൈവീശി വിട പറഞ്ഞു. പരിചിത മുഖങ്ങൾ ഓരോന്നും മനോഹരമായി രചനകൾ നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. തൻ്റെ കാവ്യത്തെ സ്നേഹിക്കുന്നവരെല്ലാം തന്നെയും സ്നേഹിക്കുന്നുണ്ട്. ആചാര്യൻ ശങ്കുകനും സംഘവും കൂട്ടത്തിലുണ്ട്. അവരുടെ മനസ്സും തനിക്ക് മനസ്സിലാകുന്നുണ്ട്. നഷ്ടപ്പെടുന്നത് സിംഹാസനമാണെങ്കിലും താളിയോലയാണെങ്കിലും അതാരും ഇഷ്ടപ്പെടുകയില്ല. അവരും കൈവീശി വിട നൽകി. ആരെയോ സ്വാന്തനിപ്പിക്കാനെന്ന പോലെയോ അതോ സ്വന്തം ആശ്വാസത്തിനോ വിക്രമാദിത്യൻ പറഞ്ഞു, കാളിദാസ, ഒരു വർഷം മാത്രമാണ് അങ്ങയ്ക്ക് മഹത്തായ രചനയ്ക്കായി അനുവദിച്ചു തരുന്നത്. കാളിദാസൻ നിർനിമേഷനായി വിക്രമാദിത്യനെ നോക്കി. ആ നിർദ്ദേശം ശിരസാ വഹിക്കുന്നതായി ഭാവിച്ച കാളിദാസൻ ശിരസ്സു കുനിച്ചു. എത്ര ദിവസങ്ങൾ കടന്നുപോയി എന്ന് കാളിദാസന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. രാമഗിരിയിലെ താമസം ആദ്യമൊന്നും കാളിദാസന് വിരസമായി തോന്നിയില്ല. ആശ്രമത്തിൽ പുരാതനങ്ങളും നവീനങ്ങളുമായ പല രചനകളുടെയും പ്രതികൾ ലഭ്യമായിരുന്നു. ഋഷിമാർ ദർശനശാസ്ത്രത്തിൻ്റെ അഗാധതയിൽ ആണ്ടിറങ്ങിയിരിക്കുന്നവരായതുകൊണ്ട് കാളിദാസന് ആശയവിനിമയത്തിലൂടെ ജ്ഞാനത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറന്നുകിട്ടി. അതോടൊപ്പം കലയുടെയും സാഹിത്യത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാളിദാസന് അവിടുത്തെ ജീവിതം അവസരമൊരുക്കി. എങ്ങും പച്ചപ്പ് നിറഞ്ഞ പർവ്വതങ്ങൾ, പല നിറത്തിലുള്ള ഇലകളുള്ള മരങ്ങൾ കാണാം. അങ്ങകലെ ചില അരുവികളുടെ പ്രവാഹം കാണാം. പർവ്വതങ്ങൾക്ക് അരഞ്ഞാൻ ചാർത്തിയതുപോലെ ചുറ്റിയൊഴുകുന്നു. കാളിദാസന്റെ മനസ്സിൽ ഉജ്ജയിനി നിറഞ്ഞു നിന്നു. തനിക്കെതിരെ അവിടെ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. രാജസദസ്സിലെ പഴയ മല്ലന്മാർക്ക് തൻ്റെ സാന്നിധ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അവരുടെ ആഗ്രഹങ്ങളനുസരിച്ചാണ് ഉജ്ജയിനിയിൽ എല്ലാം നടന്നിരുന്നത്. അവർക്കിടയിൽ കയറിച്ചെന്ന തന്നെ ആർക്കും പൂർണ്ണമായി ഉൾക്കൊള്ളാനാകുന്നില്ല. തൻ്റെ ജന്മദേശം മാളവൻ തന്നെയാണെന്ന് പറയുന്നെങ്കിലും തൻ്റെ ആരെയും ഇതുവരെ ഉജ്ജയിനിയിൽ ആർക്കും കാട്ടിക്കൊടുക്കാനായിട്ടില്ല. അച്ഛൻ, അമ്മ, അവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ഗുരുദേവാശ്രയൻ, പിന്നെ കുട്ടിക്കാലത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനെ മാത്രം കണ്ടെത്താനായി. ഗുരുദേവാശ്രയൻ അവിടെയുണ്ടായിരുന്നു എന്ന കേട്ടറിവല്ലാതെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതുമില്ല. ഗുരുദേവാശ്രയൻ തൻ്റെ മാത്രം ഗുരുവല്ല, ഉജ്ജയിനിയിലെ മിക്കവാറും എല്ലാ പണ്ഡിതന്മാരുടെയും ഗുരുവാണ് എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഉജ്ജയിനിയിലെ ഗുരുകുലത്തിന് അദ്ദേഹത്തെ അഭികാമ്യമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം കാരണം ആ ബന്ധവും തനിക്ക് ഉജ്ജയിനിയിൽ വീട് നൽകിയില്ല. ജീവിതത്തിൽ സ്വന്തം എന്ന് പറയാവുന്ന ആരെങ്കിലും ഇല്ലാത്തതിൻ്റെ വേദന ഇപ്പോൾ കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഇത്തരം ദുഃഖങ്ങളൊന്നും ഇതുവരെ മനസ്സിനെ കാര്യമായി അലട്ടിയില്ല. കാരണം പ്രകൃതിയെ തന്നെ താൻ സുഹൃത്തായി വരിച്ചിരിക്കുന്നു. കണ്ടാലും തീരാത്ത മനോഹാരിത, എത്ര ചിത്രകാരന്മാർ വരച്ചാലും തീരാത്ത ഭാവങ്ങൾ, എത്ര നിറക്കൂട്ടുകൾ ചാലിച്ചു ചേർത്താലും ലഭ്യമാകാത്ത വർണ്ണഭംഗി, എവിടെയും വൈവിധ്യമാർന്ന ചിത്രങ്ങൾ. പ്രകൃതി ചിത്രശാല മാത്രമല്ല, സംഗീതത്തിൻ്റെ രംഗവേദി കൂടിയാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൻ്റെ നിശബ്ദതയ്ക്കു പോലും താളമേകുന്ന അരുവികളുടെ സ്വരമാധുരി, അല്പം കഴിഞ്ഞാൽ കുയിലുകളുടെ നാദം, ചക്രവാക പക്ഷികളുടെ നീണ്ട വിളികൾ,
പേരറിയാത്ത എത്രയോ കാട്ടുപറവകളുടെ കൂജനങ്ങൾ, കുഞ്ഞിക്കിളികളുടെ കലപിലകൾ, മയിലുകളുടെ ആരവം, അങ്ങ് ദൂരെ നിന്നും നീട്ടിവിളിക്കുന്ന ചില പക്ഷികളുടെ മുഴങ്ങുന്ന സ്വരം, താളങ്ങൾ, രാഗങ്ങൾ, മുളം തണ്ടുകളിലും തരുശിഖരങ്ങളിലും മലയപവനൻ്റെ കരങ്ങൾ മീട്ടുന്ന താളങ്ങൾ, രാഗങ്ങൾ, ഇരുസന്ധ്യകളിലും ആകാശത്തിൻ്റെ അനന്തതയ്ക്ക് ചെഞ്ചായം പൂശുന്ന ദിനകരൻ, മനോഹരമായ രംഗവേദി. പ്രകൃതി മനുഷ്യനു വേണ്ടി എന്തെല്ലാം ഒരുക്കിയിരിക്കുന്നു. അല്ല, മനുഷ്യനടങ്ങുന്നതാണ് പ്രകൃതി. മനുഷ്യനു വേണ്ടി ഇവിടെ ഒന്നും ഒരുക്കിയിട്ടില്ല. എല്ലാം എല്ലാവർക്കും വേണ്ടിയാണ്, പരസ്പര പൂരകങ്ങൾ. പക്ഷേ എല്ലാം തനിക്കായി എന്ന തോന്നലാണ് മനുഷ്യൻ്റെ ഉള്ളിൽ. സ്വാർത്ഥകങ്ങളുടെ വിത്തുകൾ ആരാണാവോ മനുഷ്യൻ്റെ ഉള്ളിൽ വിതച്ചത്? ദിവസങ്ങൾ കടന്നുപോകവേ കാളിദാസന് രാമഗിരി വിരസമാകാൻ തുടങ്ങി. ചുറ്റുപാടും കാണുന്ന പ്രകൃതിയുടെ ചിത്രങ്ങൾ ഒന്ന് തന്നെയാണെന്ന് തോന്നി. പ്രകൃതിയുടെ സംഗീതത്തിന് ഒരേ രാഗവും ഒരേ താളവും ഒരേ പല്ലവിയുമാണെന്ന് തോന്നി. എല്ലാത്തിനും എന്തോ കുറവ് അനുഭവപ്പെട്ടു. രാമഗിരി ആശ്രമത്തിലെ ഋഷിമാരുടെ ദാർശനിക ചർച്ചകളിൽ പോലും വിരസത അനുഭവപ്പെട്ടു. ആശ്രമത്തിൽ പലരും ഉണ്ടായിരുന്നിട്ടും ഏകനായിപ്പോയ പ്രതീതി. കാളിദാസൻ്റെ മനസ്സ് വിരഹത്തിൻ്റെ നൊമ്പരങ്ങൾക്ക് കീഴടങ്ങുകയായിരുന്നു. ഉജ്ജയിനിയിലെ അന്തപുരത്തിൽ മല്ലിക ഇപ്പോൾ എന്തു ചെയ്യുകയാകും? അവൾക്കും ഏകാന്തത അനുഭവപ്പെട്ടിട്ടുണ്ടാകുമോ? അതോ കൊട്ടാരത്തിൽ തോഴിമാരോടൊപ്പം കളിച്ചു ചിരിച്ച് നടക്കുകയായിരിക്കുമോ? വിയോഗത്തിൻ്റെ വിരസതയിൽ വീർപ്പ് മുട്ടുന്നുണ്ടാകുമോ? പൂങ്കാവനങ്ങളിലും ക്ഷിപ്രാതീരത്തും തൻ്റെ കവിതകളിലെ വരികൾ മൂളിക്കൊണ്ട് നടക്കുന്നുണ്ടാകുമോ?